നോയമ്പ് അവസാനിച്ചു. ഇന്നലെ ഉയർപ്പ് പെരുന്നാളായിരുന്നു, അതും കഴിഞ്ഞു. കോട്ടയം ഭാഗത്തുള്ളവർക്കൊക്കെ ബീഫ് കിട്ടിയെന്നാണ് അറിയുന്നത്. എല്ലാവർക്കും ബീഫൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതായാലും നോയമ്പ് വേടി. അപ്പൊ ഇവിടെ കൊണ്ട് ഈസ്റ്റർ അവസാനിക്കുന്നില്ല. സത്യത്തിൽ സുറിയാനി സഭയുടെ ക്രമത്തിൽ ഈ ഒരു ദിവസം അല്ല ഈസ്റ്റർ, ഞായറാഴ്ചയല്ല. ഈ ഒരു വീക്ക് മുഴുവൻ ഈസ്റ്ററാണ്. ഈസ്റ്റർ ഞായറാഴ്ച ആയിരുന്നു, എന്നാൽ ഇന്ന് തിങ്കൾ ചൊവ്വ ഈ ആഴ്ചകളിൽ മുഴുവൻ ഈസ്റ്ററായിട്ട് തന്നെയാണ് സഭ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ ആഴ്ചയെ വിളിക്കുന്നത് ഹേവോറ വീക്ക്, ഹേവോറ ആഴ്ച എന്നാണ്. ഹേവോറ. അപ്പൊ ഈ ആഴ്ച തിങ്കൾ മുതൽ ഓരോ ദിവസങ്ങളും നമ്മുടെ ഓരോ ദിവസവും ഓരോ നിറത്തിലാണ് പാട്ടുകൾ പാടുന്നത്. തിങ്കളാഴ്ച 1 നിറം, ചൊവ്വാഴ്ച 2, ബുധനാഴ്ച 3, വ്യാഴാഴ്ച 4, അങ്ങനെ നിറങ്ങൾ മാറ്റി മാറ്റി പാടി അടുത്ത സൺഡേ ചെല്ലുമ്പോൾ ആ സൺഡേ ആണ് പുതു ഞായറാഴ്ച. അപ്പം വീക്ക് ലോങ് സെലിബ്രേഷൻസ് ആണ്. ഏർലി ചർച്ചിലൊക്കെ അങ്ങനെയാണ്, ഒരാഴ്ച. ഈ ഹേവോർ ആഴ്ചയുടെ പ്രത്യേകത കർത്താവിന്റെ ഉയർപ്പിനെ ഉറപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് മറഞ്ഞു പോകല്ലായിരുന്നു. 40 ദിവസത്തോളം പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, പല സ്ഥലത്ത് വെച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. തന്റെ പുനരുത്ഥാനം ഒരു മായക്കാഴ്ചയോ ഒരു തോന്നലോ അല്ല, അത് തികച്ചും യാഥാർത്ഥ്യമാണെന്ന് ശിഷ്യന്മാരെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരാഴ്ച ഈ ആഘോഷം നിലനിൽക്കുന്നത്, നീണ്ടു നിൽക്കുന്നത്, ഈ ഹേവോറ ആഴ്ച. അതുകൊണ്ട് നിങ്ങൾ നോയമ്പ് തീർന്നു അല്ലെങ്കിൽ ഈസ്റ്റർ തീർന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ ദീർഘശ്വാസം വിട്ടിരിക്കരുത്. പുതുഞായറാഴ്ച കൊണ്ടാണ് ഈ ആഘോഷം, സെലിബ്രേഷൻ തീരുന്നത്. നോയമ്പ് തീർന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ ആ നോയമ്പിന്റെ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് ഹേവോറ ആഴ്ച പോകുന്നത്. പഴയ കാലത്ത് ഈ മാമോദിസ മുഴുവൻ ഈ ആഴ്ചയിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഹേവോറ ആഴ്ചയിലായിരുന്നു മാമോദിസ നടത്തുന്നത്. എല്ലാവരും വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരികയും മാമോദിസ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആഴ്ചയാണ്. ഈ ആഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്. കരഞ്ഞുകൊണ്ടിരുന്ന ശീമോൻ പത്രോസിന്റെ അടുക്കലേക്ക് യേശു കർത്താവ് ചെന്നു, അവന്റെ കണ്ണുനീരൊപ്പി. പത്രോസ് പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കളഞ്ഞു പോയല്ലോ, എനിക്ക് കൈമോശം വന്നു പോയല്ലോ. പത്രോസ് സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. പിൻവാതിൽക്കലിരുന്നേവം ശീമോൻ പാരം കേണോതി, ഗുരുവേ ഞാൻ ശിഷ്യൻ, വാതിൽ തുറന്നാലും സ്വർഗത്താക്കോൽ കൈവിട്ടേൻ, പാരും വാനും കേഴുന്നു. കരയുന്ന ശീമോന്റെ അടുത്തേക്ക് കർത്താവ് ചെല്ലുകയാണ്. കരയുന്ന സ്ത്രീയോട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഇപ്പൊ പുനരുത്ഥാനത്തിന്റെ മെസ്സേജ്, ദ റിസറക്ഷൻ മീറ്റ് ഓൾ ടിയർ, റിസറക്ഷൻ മീറ്റ് ഓൾ ടിയർഫുൾ ഫേസസ്. കണ്ണീരണിഞ്ഞ എല്ലാ മുഖങ്ങളുടെയും മുമ്പിലേക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി വരികയാണ്. ആൻഡ് ദ റിസറക്ഷൻ വൈപ്സ് ഔട്ട് ഓൾ ടിയേഴ്സ്. സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ശീമോനെ നീ കരയുന്നത് എന്ത്? അപ്പൊ ശീമോന്റെ സങ്കടം എന്താണ്? ശീമോന്റെ സങ്കടം മീൻ പിടിച്ചോണ്ട് നിർത്തിയതാണ് ശീമോനെ കർത്താവ് വിളിക്കുന്നത് 3.5 വർഷം മുമ്പ്. ശീമോനെ വിളിച്ചിട്ട് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, വല കഴുകുകയാണ്. അപ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞത്, നീ പടകിന്റെ വലതുഭാഗത്ത് വീശ്. പടകിന്റെ വലതുഭാഗത്ത് വീശി, വല നിറച്ച് മീൻ കിട്ടി, പടക് നിറച്ച് പടക് മുങ്ങുമാറായി. അപ്പോൾ ശീമോൻ പടകിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. നോ നോ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അന്ന് മുതൽ വള്ളവും വലയും ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇനി എന്ത് വന്നാലും എന്തെല്ലാം വന്നാലും കർത്താവിന് പിന്നാലെ ഉറപ്പായിട്ട്. എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു, ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. വളരെ സ്ട്രോങ് ആണ്. ആ കടപ്പുറത്ത് ഏറ്റവും കരുത്തനായ മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിൽ പതറിപ്പോയി, വീഴ്ച സംഭവിച്ചു. കർത്താവ് പറഞ്ഞു, ബറിയോനെ, ശീമോനെ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തി, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. പക്ഷെ ശീമോന് ഒരു പാപം ചെയ്തു പോയി, ഒരു വീഴ്ച സംഭവിച്ചു പോയി, ഒരു ബലഹീനത സംഭവിച്ചു പോയി. അപ്പോൾ ശീമോൻ ധരിച്ചു നൽകപ്പെട്ട താക്കോൽ നഷ്ടപ്പെട്ടു. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, കർത്താവ് തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുതപിക്കുന്നില്ല.
പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബലഹീനത സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ് കർത്താവിന് നിന്നോടുള്ള സ്നേഹമോ സ്ഥായി ഭാവമോ കർത്താവിന് നിന്നോടുള്ള വാഗ്ദാനങ്ങളോ ഒന്നും തന്നെ മാറിപ്പോവുകയില്ല. നമ്മുടേതായ ഒന്നിനും ദൈവത്തെ വ്യതിചലിപ്പിക്കുവാൻ കഴിയുകയില്ല. സൂര്യൻ പോലെയാണ് കർത്താവ്. എത്ര കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിരമായി നിൽക്കുക. സൂര്യനിൽ നിന്നുള്ള പ്രഭയും ചൂടും നമുക്കിങ്ങനെ കിട്ടുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് സൂര്യൻ കെട്ടുപോകുന്നില്ല. നമ്മൾ അരിശത്തിൽ അടുക്കളയിൽ ഇരിക്കുന്ന ഒരു കലം വെള്ളം എടുത്ത് പുറത്തോട്ട് എറിഞ്ഞാൽ സൂര്യൻ കെട്ടുപോവുകയോ അതിന്റെ ചൂട് കുറയുകയോ പ്രകാശം കുറയുകയോ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രവൃത്തിയാലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളതയോ പ്രഭയോ തീവ്രതയോ കുറയുന്നില്ല, ദൈവത്തിന് മാറ്റം ഭവിക്കുന്നില്ല. പത്രോസ് 3 വട്ടം തള്ളി പറഞ്ഞു, ആണയിട്ട് പറഞ്ഞു, പ്രായി പറഞ്ഞു. പത്രോസിന് മനസ്സിലായി, ഐ എം ഫിനിഷ്ഡ്, തീർന്നു. നമ്മുടെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ പറയില്ല, തീർന്നടാ നീ തീർന്നു. പത്രോസ് ചിന്തിച്ചു. പത്രോസ് പറഞ്ഞു, ഇനി വേറെ വല്ല പണിക്കും പോയേക്കാം, കാരണം ഈ പണി നമുക്കിനി പറ്റിയതല്ല. അങ്ങനെ വള്ളവും വലയും ഒക്കെ എടുത്ത് പത്രോസ് പോയി മീൻ പിടിക്കാൻ. 3.5 വർഷം മുമ്പ് എങ്ങനെ കർത്താവ് പത്രോസിനെ കണ്ടെത്തിയോ അതേപോലെ അതേ പടകിൽ ചെന്നിട്ട് കർത്താവ് അതേ കാര്യം പറയാണ്, ശിമോനെ നീ പടകിന്റെ വലത്തുവശത്ത്. ആ വാക്കിന് മാറ്റമില്ല, ആ സ്നേഹത്തിന് മാറ്റമില്ല, ആ കരുതലിന് മാറ്റമില്ല. എടാ നന്ദി കെട്ടവനെ, എടാ ഹൃദയശൂന്യ, വാക്കിന് വ്യവസ്ഥയില്ലാത്തവനെ, ഭീരു, പിന്മാറ്റക്കാരാ, നോ നോ. നിങ്ങൾ 3.5 കൊല്ലം മുമ്പ് ഇത് തന്നെ പറഞ്ഞേ, നീ വലതുവശത്ത് വീശ്. 3.5 കൊല്ലം കഴിഞ്ഞിട്ടും കർത്താവിന് വേറൊന്നും പറയാനില്ല. കർത്താവ് പറയും, നീ വലതുവശത്ത് വീശ്. അതിന്റെ പടക് നിറച്ച് പിന്നെ മീൻ കിട്ടുക, 153 വലിയ മീൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ഒരു പ്രവൃത്തിക്കും കർത്താവിന് നിന്നോടുള്ള സ്നേഹത്തെ ഒട്ടും കുറയ്ക്കുവാനോ വ്യതിചലിപ്പിക്കുവാനോ കഴിയത്തില്ല. കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നത് അവന്റെ തീരുമാനമാണ്, അവന്റെ സ്വഭാവമാണ്. യു കനോട്ട് ഇൻഫ്ലുവൻസ് ഇറ്റ്. അതാണ് യാക്കോസ്ലിയ പറയുന്നത്, ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയനാകാത്തവനാണ് ദൈവം. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് നിന്നിൽ എന്തെങ്കിലും നന്മ കൊണ്ടതുകൊണ്ടോ, നിന്റെ മെറിറ്റ് കണ്ടതുകൊണ്ടോ, നിന്റെ എന്തെങ്കിലും തീരുമാനം കണ്ടതുകൊണ്ടോ, നോ, നിന്നെ കണ്ടതുകൊണ്ടല്ല, എന്നെ കണ്ടതുകൊണ്ടല്ല, എന്റെ എന്തെങ്കിലും കഴിവ് കണ്ടതുകൊണ്ട്, എന്റെ പെർഫോമൻസ് കണ്ട്, എന്റെ ടാലന്റ് കണ്ട്, എന്റെ ഡെഡിക്കേഷൻ കണ്ട്, നോ നോ നോ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് അവൻ സ്നേഹമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പാപത്തിൽ, നിങ്ങളുടെ ബലഹീനതയിൽ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ തകർച്ചയിൽ, നിങ്ങളുടെ പിന്മാറ്റത്തിൽ, നിങ്ങളുടെ റിബല്യസ് നേച്ചറിൽ, മത്സരത്തിൽ എല്ലാം കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. ഇതാണ് ഈ ഹേവോറോ ആഴ്ചയുടെ ചിന്ത. ശിവൻ കരയുകയാണ്. ശിവൻ കരയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. ഇത് കേട്ടോണം. പിൻവാതക്കാലിരുന്നേവം ശീമോൻ പാരം കേണോതി, ഗുരുവേ ഞാൻ ശിഷ്യൻ, വാതിൽ തുറന്നാലും സ്വർഗത്താക്കോൽ കൈവിട്ടേൻ, പാരും വാനും കേഴുന്നു. സ്വർഗത്തിന്റെ താക്കോൽ നഷ്ടപ്പെട്ടല്ലോ കർത്താവേ. നോ, തന്നത് ഞാനാണ്. ഡോണ്ട് ഹാപ്പൻ. നിന്നെ തെരഞ്ഞെടുത്തത് കർത്താവാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. എത്ര വ്യക്തമായിട്ടാണ് യേശു കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഹോളി ട്രിനിറ്റി. പരിശുദ്ധ തൃത്വത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ആരാധനയും മുഴുവൻ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എപ്പോഴും ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും? അല്ലെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും
അടിയങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളിലൊക്കെയിലും അപ്പൊ എന്തൊക്കെ സംഭവിക്കും? കയറ്റവും ഇറക്കവും നഷ്ടവും ലാഭവും ആഹ്ലാദവും സങ്കടവും ദുഃഖവും കണ്ണുനീരും നെടുവീർപ്പും നിലവിളിയും പലതും സംഭവിക്കാം. വാട്ട് എവർ ഹാപ്പൻസ്, അടിയങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കാരണം ട്രിനിറ്റി, ഹോളി ട്രിനിറ്റി ലവ്സ് യു. എത്ര ഉദാത്തമായ ദൈവശാസ്ത്ര ദർശനമാണ് ഈ പ്രാർത്ഥനയ്ക്കകത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന എത്ര ഉദാത്തമായിരിക്കുന്ന ദൈവദർശനമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ഹെവോർ ആഴ്ചയുടെ തിങ്കളാഴ്ചത്തെ പ്രൊമിയൻ സദറ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു: രാജകീയമായ തന്റെ സ്വരൂപത്തെ രക്ഷിച്ച് വീണ്ടെടുക്കുവാനായി തന്റെ ബഹുലമായ കർണകളാൽ മാനുഷികമായ ജനനത്തിന് വരികയും വിവാഹബന്ധം കൂടാതെ ജാതനാവുകയും വഞ്ചക ശിഷ്യനാൽ തിരുഹിതമായ പ്രകാരം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും താൻ മരണത്തിന്മേൽ യാഗമാക്കപ്പെട്ടപ്പോൾ ആദാമിന്റെ കടച്ചീട്ടിനെ കീറിക്കളയുകയും പാതാളത്തിൽ ശേഖരിക്കപ്പെട്ടിരുന്ന കൊള്ളയെ രക്ഷിക്കുകയും ചെയ്തവനും തന്റെ ദൈവികമായ ഉത്ഥാനത്താൽ ശ്ലൈഹിക നിരയെയും രക്ഷിതരായ 70 പേരുടെ കൂട്ടത്തെയും ഉറപ്പിക്കുകയും ഈ ഹൂതന്മാരായ ഭ്രാന്തജനത്തിന് സൃഷ്ടിയിൽ വലിയ ആക്ഷേപവും നിന്ദയും നൽകുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവിന് സ്തുതി. അടുത്തത് പറയുന്നത്, തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും. നമ്മുടെ ആയുഷ്കാലങ്ങളിൽ വാട്ട് എവർ ഹാപ്പൻസ് ടു യു, നിങ്ങളുടെ മനോഭാവമോ നിങ്ങളുടെ പാപപ്രവൃത്തിയോ നിങ്ങളുടെ വീഴ്ചകളോ നിങ്ങളുടെ ബലഹീനതകളോ ഇതൊന്നുമല്ല കർത്താവിനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നീ തള്ളി പറഞ്ഞു 3 പ്രാവശ്യം, എന്നിട്ട് നീ തന്നെ മാറി ഇരുന്നിട്ട് വാതിക്കൽ കരുതുന്നു. ശിവൻ പുറത്തെ വാതിൽ കേണ് കരയുക, എന്റെ താക്കോൽ പോയി. ശിവോനെ, ആരാ നിന്നോട് പറഞ്ഞു നിന്റെ താക്കോൽ പോയെന്ന്? എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അദൃശ്യനായ പിതാവിൽ നിന്ന് വികാരമോ ചലനമോ കൂടാതെ ജനിക്കുകയും കന്യക മറിയാമിൽ നിന്ന് വിവാഹബന്ധം കൂടാതെ ഉദിക്കുകയും ഗ്രഹണശക്തിയുള്ള ബോധനീയാത്മാവാൽ പ്രസാദം തോന്നി ശരീരം ധരിക്കുകയും രക്ഷാകരമായ തന്റെ വ്യാപാരത്താൽ തന്റെ ശ്രേഷ്ഠ സ്വരൂപമായ ആദാമിനെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കുകയും മരണത്തെയും സാത്താനെയും അവയുടെ അധികാരത്തെയും തന്റെ മരണത്താൽ മായ്ക്കുകയും തന്റെ ശക്തിയാൽ പാതാളത്തെ ചവിട്ടി മറിച്ചിടുകയും പ്രബലമായ അതിന്റെ ഓടാമ്പലുകളെ മുറിക്കുകയും ആദ്യം മുതലേ നിദ്ര കൊണ്ടിരുന്നവരെ സന്ദർശിക്കുകയും തന്റെ പുനരുത്ഥാനത്താൽ കബറടക്കപ്പെട്ടവരെ കബറിൽ നിന്ന് ഉദ്ധരിക്കുകയും തന്റെ മരണത്തിൽ വിലപിച്ചിരുന്ന ശിഷ്യന്മാരെയും ശിഷ്യ സ്ത്രീകളെയും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും മഹനീയമായ അത്ഭുതങ്ങളെ വിശ്വസിക്കാതിരുന്ന അക്രമികളായ യൂതന്മാരെ സൃഷ്ടിയിൽ എറിഞ്ഞ് ചിതറിച്ചു കളയുകയും ചെയ്ത മഹനീയ ശിശുവിന് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഇന്നലെ ആരാണ്ട് നമ്മുടെ സൂം കോൺഫറൻസിൽ ചോദിച്ചൊരു ഡൗട്ടാണ്, കത്തോലിക്ക സഭ ഉണ്ണിയേശുവിനെ ആരാധിക്കുന്നുണ്ട്, അത് ശരിയാണോ? ഒരു ചോദ്യം ചോദിച്ചാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ സദറായി വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന്റെ ഓടാമ്പലുകളെ മുറിക്കുകയും ആദ്യം മുതലേ നിദ്ര കൊണ്ടിരുന്നവരെ സന്ദർശിക്കുകയും തന്റെ പുനരുത്ഥാനത്താൽ കബറടക്കപ്പെട്ടവരെ കബറിൽ നിന്ന് ഉദ്ധരിക്കുകയും തന്റെ മരണത്തിൽ വിലപിച്ചിരുന്ന ശിഷ്യന്മാരെയും ശിഷ്യസ്ത്രീകളെയും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും മഹനീയമായ അത്ഭുതങ്ങളെ വിശ്വസിക്കാതിരുന്ന അക്രമികളായ യൂതന്മാരെ സൃഷ്ടിയിലെറിഞ്ഞ് ചിതറിച്ചു കളയുകയും ചെയ്ത മഹനീയ ശിശുവിന് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാളാകുന്നു. നോ ചേഞ്ച്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും. അപ്പൊ ഏത് യേശുവിനെയാ നിങ്ങൾ ആരാധിക്കുന്നത്? 33 വയസ്സായ യേശുവിനെ ആരാധിക്കുള്ളൂ. പൂജരാജാക്കന്മാർ യേശുവിനെ കാണാൻ വന്നപ്പോൾ ശിശുവായിരുന്ന യേശുവിനാണ് കാഴ്ചകൾ അർപ്പിച്ചിട്ട് ആരാധിച്ചത്. അല്ലാതെ എന്നാൽ പിന്നെ അവിടെ നമുക്ക് ലോഡ്ജിൽ മുറി എടുത്ത് വലുതാകുന്നവരെ ഈ പെന്തക്കോസ്റ്റ് കോൺസെപ്റ്റിൽ ഒരു പരിവായി കഴിഞ്ഞാൽ എലിജിബിൾ ആകത്തുള്ളൂ. അത് ഇസ്ലാമിക സങ്കല്പത്തില്
പ്യൂബിക് ഹെയർ വരുന്നത് വരെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗപ്രദേശത്ത് രോമം കിളുക്കുന്നവരെ എന്ന് കഴിഞ്ഞാൽ ആൾ എലിജിബിൾ ആകത്തുള്ളത്. അപ്പൊ അതുവരെ ഒന്നിനും കൊള്ളതില്ല. അപ്പൊ പൂജരാജാക്കന്മാർ വന്നിട്ട് എന്ത് ചെയ്തേ? വിദ്വാൻമാർ, ജ്ഞാനികൾ, മാഗി, കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ, അവർ വന്നിട്ട് ഈ ശിശുവിന് കാഴ്ച അർപ്പിക്കുക. ശിശുവായിരിക്കുമ്പോഴും അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, നമസ്കാരത്തിന് അർഹനാണ്. ഇപ്പോഴെന്തായാലും നിങ്ങൾ എത്ര വയസ്സുള്ള യേശുവിനെയാണ് ആരാധിക്കുന്നത്? 2000 വയസ്സുള്ള യേശുവിനെയാണ് ആരാധിക്കുന്നത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇതുകൊണ്ടാണ് ഭേദം കൂടാതെ മനുഷ്യനായി തീർന്ന കർത്താവ്. ഇതാണ് ക്രിസ്റ്റോളജി. അന്ത്യോക്യയിൽ നമ്മുടെ പാത്രികർക്ക് സേവോറിയസിന്റെ ക്രിസ്റ്റോളജിയിൽ പറയും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ സേവോറിയസ് പാത്രികർക്കിസിന്റെ മാനിസോ ചൊല്ലുന്നേ. അവിടെ പറയുന്നത് ഭേദമതെന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാൽ ഇവർത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ. അപ്പം നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടി മെതിച്ചു കൊന്നുകളഞ്ഞു. ഡെത്ത് ഓഫ് ഡെത്ത്. ഇപ്പൊ കുരിശിൽ മരിച്ചത് ആരാണ്? കുരിശിൽ മരിച്ചത് മശിഹ. കുരിശിൽ മരിച്ചെങ്കിലും എൻ റിസൾട്ടിൽ കുരിശിൽ മരിച്ചത് മരണമാണ്, മരണത്തിന്റെ മരണമാണ്, ഡെത്ത് ഓഫ് ഡെത്ത്. ഇതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. ഇപ്പൊ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കർത്താവിന്റെ മരണത്തെ അനുസ്മരിക്കുകയും വിലാപഗീതങ്ങൾ പാടുകയും ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കുരിശിൽ മരിച്ചത് മരണമാണ്. അതുകൊണ്ടാണ് നീജ മൃതിയാൽ ഇവർത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ. മൃതിയെ മെതിച്ച് കടി മേടിച്ചു പോവല്ല, മൃതിയെ മെതിച്ചു നിഹനിച്ചു. അതാണ് വിസ്മയസഹിതം കബറ് തുറന്നു എന്നുള്ള പാട്ട് നമ്മൾ കേട്ട. അപ്പൊ പറയുന്ന മശിഹ മരണത്തെ കൊന്നു, മശിഹ മരണത്തെ കൊന്നു. ആ മരണത്താൽ നമ്മുടെ മരണത്തെ ചവിട്ടി മെതിച്ചു. അപ്പൊ ഇതാണ് ഹേവോറോ ആഴ്ച. ഹേവോറോ ആഴ്ചയുടെ വായനയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എമ്മവസിലേക്കുള്ള മാർഗത്തിൽ യാത്ര ചെയ്യുകയും തന്റെ മരണത്തെക്കുറിച്ച് ദുഃഖത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവരായ ക്ലയോഫായും ലൂക്കായുമാകുന്ന 2 സഹോദരന്മാരോട് ചേർന്ന് കിടക്കുകയും ഒന്നും അറിയാത്തവനെ പോലെ ഇപ്പോൾ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. ഈ എമ്മവസിലേക്ക് 2 ശിഷ്യന്മാർ നടന്നുപോയി. അവരാരാണ് എന്ന് ചോദിച്ച് പെന്റക്കോസ്റ്റൽ ഗ്രൂപ്പുകളിൽ വലിയ തർക്കമുണ്ട്. കാരണം ബൈബിളിൽ പേരില്ല. അപ്പൊ കഴിഞ്ഞ വർഷം വലിയൊരു തർക്കം ഉണ്ടായിരുന്നു. ഏകദേശം 1600ഓളം കമന്റ് വന്നായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, എന്റെ ഓർമ്മ ശരിയാണെന്ന് ഡെനീഷ് സെബാസ്റ്റ്യൻ തോന്നുന്നു പോസ്റ്റ് ഇട്ട്. അപ്പൊ അദ്ദേഹം ഇട്ടു അത് എമ്മൗസിലേക്ക് പോയത് ക്ലയോപ്പാവ് എന്ന് പേരുള്ള ഒരുത്തൻ മറ്റേ ആളെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ക്ലയോപ്പാവിന്റെ ഭാര്യയാണെന്ന്. ഇവരെല്ലാം അത് വിശ്വസിച്ച് വലിയ തർക്കമായിരുന്നു. അപ്പൊ ക്ലയോപ്പാവിന്റെ പേര് പറയുന്നുണ്ട് ലൂക്കാസ് വിശേഷം 24-ലാണ്. നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ലൂക്കാസ് വിശേഷം 24-ാം അധ്യായത്തിൽ 2 പേര് യെരുശലേമിൽ നിന്ന് നിരാശയോടെ എമ്മൗസിലേക്ക് പോയി. കാരണം യെരുശലേമിൽ ശിഷ്യന്മാർക്ക് വലിയ പ്രതികൂലമാണ്. രക്ഷപ്പെട്ടു പോകുന്ന ആ രാത്രി അങ്ങനെ എമ്മൗസിലേക്ക് പോകുമ്പോൾ ആ കൂടെ കർത്താവ് നടക്കുക, ചേർന്ന് നടക്കുക. അവർക്ക് മനസ്സിലായില്ല ഇത് കർത്താവാണെന്ന്. അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ദുഃഖിക്കുന്നത്? നിങ്ങളുടെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? അവർ പറഞ്ഞു, നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്ന നസറായനായ യേശുവിനെ അവർ തറപ്പിച്ചു കൊന്നു. അപ്പൊ യേശു പറയുകയാണ്, ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും അവർക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ പിരിയാൻ സമയമായി, രാത്രിയായി, സൂര്യൻ നേരം അസ്തമിച്ചു, വൈകാറായല്ലോ. ഇനി നീ അവിടെ പോവാ, ഞങ്ങളോടുകൂടെ പാർക്കുക. അങ്ങനെ കർത്താവ് അത്താഴത്തിന് അവരുടെ കൂടെ കയറി അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അത് കർത്താവാണ് എന്നവർക്ക് മനസ്സിലായി. അടുത്തത്, ആ നാഴികയിൽ തന്നെ അവരെന്ത് ചെയ്തു? യെരുശലേമിൽ തിരിച്ചുപോയി. ഭയപ്പെട്ട്, നിരാശപ്പെട്ട്, ദുഃഖിച്ച്, സങ്കടപ്പെട്ട്, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരാണ്. അവിടെ ചെന്ന് തളർന്നിരിക്കുകയാണ്. 11 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. ഈ 11 കിലോമീറ്റർ കാൽനടയായിട്ട് പോയതാണ്. ഇനി എങ്ങനെയെങ്കിലും റെസ്റ്റ് എടുത്താ. പക്ഷെ ആ സന്ധ്യക്ക് ഇഴജന്തുക്കളും കള്ളന്മാരും ഒക്കെ വിഹരിക്കുന്ന ആ നാട്ടുപാതയിലൂടെ റിസ്ക്കാണ് രാത്രി പോകുന്നത്. പക്ഷെ ആ രാത്രിയിൽ തന്നെ നേരം വെളുക്കാൻ നിൽക്കാതെ അവർ യെരുശലേമിലേക്ക് തിരിച്ചു. അപ്പൊ ഈ
യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള ഈ 2 ശിഷ്യന്മാരുടെ യാത്ര, അപ്പൊ അത് ഭാര്യയും ഭർത്താവുമാണെന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. പക്ഷെ നമ്മുടെ സഭയുടെ വായനയിൽ മറ്റേ ശിഷ്യന്റെ പേരുണ്ട്, അത് ലൂക്കായാണെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഞാനിപ്പോ പറഞ്ഞേ. അപ്പൊ അവര് ഇത് ആരാന്ന് അറിയത്തില്ല, പക്ഷെ സഭയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇതാ ഞാൻ ഈ പറയാൻ വന്ന പോയിന്റ്. കാരണം ബൈബിളിൽ ക്ലയോപ്പാവിന്റെ പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റേ ആൾ ആരാണ്, ചിലപ്പോൾ പെണ്ണാണെന്ന് വരെ അവർ പറഞ്ഞു വരുത്തുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, തന്റെ മരണത്തെക്കുറിച്ച് ദുഃഖത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവരായ ക്ലയോഫായും ലൂക്കായും ആകുന്ന 2 സഹോദരന്മാരോട് ചേർന്ന് കിടക്കുകയും ഒന്നും അറിയാത്തവനെ പോലെ ഇപ്പോൾ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. പരമാർത്ഥികളായ അവർ മറുപടിയായി, പക്ഷേ നീ യെരൂശലേമിൽ അന്യനായി പോയോ? അക്രമികളായ യൂതന്മാർ ഉത്തമനായവനോട് അസൂയയാൽ പ്രവർത്തിച്ചവയെക്കുറിച്ച് നീ അറിവില്ലാത്തവനാണോ? അവനെ അവർ മരത്തിന്മേൽ തറച്ചു. അവനോ ഇസ്രായേലിനെ രക്ഷിക്കുന്നവനെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. താൻ അരുളി ചെയ്ത പ്രകാരം പാതാളത്തിൽ മടിഞ്ഞു കിടക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പോൾ 3 നാളായി എന്ന് പറഞ്ഞ് താൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കാതിരിക്കും? കണ്ടാലും എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം അവനെ കുറിച്ചാകുന്നു. അവയെ നിറവേറ്റുകയും മരണം രുചിക്കുകയും വാഗ്ദത്തം ചെയ്തതെല്ലാം നിവർത്തിക്കുകയും ചെയ്യേണ്ടത് യോഗ്യമാകുന്നു. സന്ധ്യാസമയത്ത് രാപാർക്കുവാനുള്ള സ്ഥലത്തോട് സമീപിച്ചപ്പോൾ അവർ വിശ്രമിക്കുവാൻ ആഗ്രഹിച്ചു. വാഴ്ത്തുവാൻ അവർ അവനപ്പം നൽകി. താൻ അതിനെ വാഴ്ത്തി ഉടനെ അവർ അത് സ്വീകരിച്ചു. ഉടനെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവരുടെ നിരൂപണങ്ങളിൽ നിന്ന് വൈകാരിക സംശയത്തെ അകറ്റി അപ്പത്തിന്റെ വാഴ്വിനാൽ 3-ാം ദിവസമുള്ള തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഉറപ്പായി സ്വീകരിച്ചു. അവരുടെ സഖിമാരെ ഉറപ്പിക്കുന്നതിനായി അവരുടെ നാഥനെ ക്രൂശിച്ച യെരൂശലേമിലേക്ക് അവർ സന്തോഷത്തോടെ മടങ്ങി. അവർക്ക് സംഭവിച്ചെല്ലാം ശിഷ്യന്മാരോട് അറിയിച്ചു. കർത്താവ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും മടക്കത്തിൽ കീപ്പായ്ക്ക് കാണപ്പെട്ടു എന്നും അവർ അറിയിച്ചു. യൂതന്മാരെ ഉള്ള ഭയം നിമിത്തം എല്ലാവരും കൂടിയിരുന്ന രഹസ്യത്തിന്റെ മാളികയുടെ വാതിലുകൾ ബന്ധിച്ച് അവരിൽ ഓരോരുവനും തങ്ങളുടെ പക്കൽ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളവയെക്കുറിച്ച് സംസാരിക്കുകയും രഹസ്യത്തെ പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൃഷ്ടികളെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ ശിഷ്യഗണത്തിന്റെ മധ്യേ വന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ ഗുരുവാകുന്നു. നിങ്ങൾ എന്തിനാണ് കലങ്ങുന്നത്? നിങ്ങൾ എന്തിന് സംഭ്രമിക്കുന്നു? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആകുല ചിന്തകൾ കരയേറിയതുമെന്ത്? ക്രൂശകരാൽ കഷ്ടപ്പാടുകളേറ്റ കൈകാലുകളും കുത്തേറ്റ വിലാവും പരിശോധിച്ച് സൂക്ഷിച്ചു നോക്കുക. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ഗുരുവാകുന്നു. എന്നെ വിശ്വസിപ്പീൻ. കഷ്ടതയും മരണവും സ്കീപ്പായും ഞാൻ സഹിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രകാരം മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് യുക്തമാകുന്നു. കുറെ കൂടെ ലോങ് സെതറയാണ്, ഞാൻ വായിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ സുറിയാനി സഭ എല്ലാം ഓർക്കുന്നു, എല്ലാം അനുസ്മരിക്കുന്നു. ഓർമ്മകളുടെ വലിയ കൂടാരമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ നോക്കാം, ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് നിൽക്കുന്നില്ല. ഈ ക്രിസ്തുമസാകുമ്പോൾ ഇനി ഇതുവഴി വരണം കേട്ടോ നിങ്ങൾ വിമർശിക്കാൻ. ഈ ഒരു വർഷത്തെ യാത്ര സഭാ കലണ്ടറിലൂടെ നിങ്ങൾ വിശ്വസ്തയോടെ ഒരു വർഷം യാത്ര ചെയ്താൽ എല്ലാ ക്രിസ്തു സംഭവങ്ങളിലൂടെയുമാണ് യാത്ര ചെയ്യുന്നത്. അത്ര ശ്രേഷ്ഠവും ധന്യവുമാണ്. ഈ ഹെവോറായുടെ തിങ്കളാഴ്ച ഇതാണ് സംഭവിച്ചത്. എമ്മോസിലേക്ക് പോയവനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അകന്നു പോകുന്നവരെ അവൻ പിന്നാലെ ചെന്ന് തിരിച്ചു കൊണ്ടുവരും. ദുഃഖിച്ചിരിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കും. ആരെയും വെറും കൈയോടെ വിടത്തില്ല. കരയുന്നത് സ്ത്രീ ആയാലും പത്രോസ് ആയാലും ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോകുന്നവരായാലും അവൻ അവരെ സന്ദർശിക്കും. അപ്പൊ ദുഃഖിച്ചിരിക്കുന്നവരെ സന്ദർശിക്കുകയും അവരുടെ തല ഉയർത്തുകയും അകന്നുപോയവരെ അടുപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ഈ പവർ ഓഫ് റിസറക്ഷൻ, പുനരുത്ഥാനത്തിന്റെ ശക്തി അവരെ തിരിച്ചു കൊണ്ടുവരിക. അവരുടെ ഭയമെല്ലാം പോയി, യൂതന്മാരെ പേടിയൊക്കെ പോയി, തിരിച്ചവർ യെരൂശലേമിലേക്ക് പോയി. അപ്പൊ യെരൂശലേമിലേക്കുള്ള ഈ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള ആ യാത്രയിൽ കർത്താവ് അവരെ കൂടെ നടന്നു. ആ യാത്രയാണ് നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനം. കാരണം വിശുദ്ധ കുർബാനയിൽ ഈ യാത്രയിൽ എന്ത് സംഭവിച്ചു അതാ സംഭവിക്കുന്നത്. കാരണം കർത്താവ് ആദ്യം ന്യായപ്രമാണ പുസ്തകത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വിവരിച്ചു കൊടുത്തു. പിന്നീട് സങ്കീർത്തനങ്ങളിൽ ഉള്ളത് വിവരിച്ചു. പിന്നെ പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് അവർക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോയി അവസാനം അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്ന് അവർ കർത്താവിനെ അറിഞ്ഞു. ഇതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെല്ലുമ്പം ആദ്യം ഓറൈത്തായുടെ പുസ്തകത്തിൽ നിന്ന്, മോശയുടെ പുസ്തകത്തിൽ നിന്ന്, പിന്നെ സങ്കീർത്തനങ്ങളിൽ നിന്ന്
അല്ലെ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. പിന്നെ നമുക്ക് പ്രവചക പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നു. ഇങ്ങനെ വായിച്ച് മുന്നോട്ട് വന്ന് ഏറ്റവും അവസാനമായിട്ട് അപ്പം എടുത്ത് നുറുക്കുമ്പോൾ അത് കർത്താവാണെന്ന് അറിയുക, കർത്താവിനെ കാണുകയാണ് വിശുദ്ധ കുർബാനയിൽ. ഇതാണ് കുർബാനയുടെ ഒരു മോഡൽ. ഈ യാത്രയാണ്. ഇതിനെല്ലാം ആധാരമായ സംഭവങ്ങളെല്ലാം അനുസ്മരിക്കുന്ന ദിവസമാണ് ഈ ഹേവോറായുടെ തിങ്കളാഴ്ച. അപ്പോൾ അതുകൊണ്ട് ഇത് ആഘോഷത്തിന്റെ ഒരാഴ്ചയാണ്. സോ സെലിബ്രേറ്റ് ദ റിസറക്ഷൻ, വീക്ക് ലോങ് സെലിബ്രേഷൻ ആണ്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ടൊക്കെ നിങ്ങൾ ഇരിക്കുകയാണ്. സോ പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് സെലിബ്രേഷൻ. അതാണ് ഗുഡ് ന്യൂസ്. നിങ്ങൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് സഭയുടേത്. സോ ഒരു ദിവസമാണ് ഈസ്റ്റർ എന്ന് വിചാരിച്ച് ഡോണ്ട് സ്റ്റോപ്പ് സെലിബ്രേഷൻ. വീക്ക് ലോങ് സെലിബ്രേഷൻ ആണ്. ഇത് ഹേവോറ ആഴ്ചയാണ്. പുതു ഞായറാഴ്ച വരെയും സന്തോഷിക്കുക. പരസ്പരം കാണുമ്പോൾ അവർ അഭിവാദനം ചെയ്തിരുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആദിമസഭ അങ്ങനെയായിരുന്നു. തീർച്ചയായും വാസ്തവമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തിരിച്ച് പ്രതിവാദനം പറയും. അപ്പം അഭിവാദനം ചെയ്യുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഈ ആഴ്ച പറയുന്നത്. അപ്പം അതിനുള്ള അഭിവാദ്യം, തിരിച്ചുള്ള പ്രത്യഭിവാദ്യം ചെയ്യുന്നത് തീർച്ചയായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും, അല്ലെ വാസ്തവമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് തിരിച്ചു പറയുന്ന പോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ കാണുമ്പോൾ ഈ ഹേവോറാഴ്ചയിൽ ഓരോ വിശ്വാസികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. ഒരാളെ കണ്ട ഉടനെ വന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അപ്പൊ മറ്റേ ആള് വാസ്തവമായും അവൻ ഉയർത്തെഴുന്നേറ്റ്. ഇതായിരുന്നു അവര് ഈ ഏർലി ചർച്ച് ഈ ഹേവോറാഴ്ച ആഘോഷിച്ചിരുന്നത്. ഈ ആഴ്ചയിലാണ് ഞാൻ പറഞ്ഞല്ലോ കൂട്ടമായി സ്നാനങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. സോ ഹേവോറാഴ്ചയുടെ അനുഗ്രഹങ്ങളും സമാധാനവും നിങ്ങൾക്ക് ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഈ ആഴ്ച കൂടെ നിങ്ങൾ ആഘോഷിക്കുക കർത്താവിന്റെ ഉയർപ്പ്. ആഘോഷിക്കും തോറും ആ കർത്താവ് ഉയർത്തു എന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയെയും വിലപിച്ചുകൊണ്ടിരുന്ന ശീമോനെയും മ്ലാനമായ മുഖത്തോടെ രാത്രിയിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെയും ഒക്കെ ചെന്ന് സ്നേഹത്തോടെ കണ്ട, പിന്മാറ്റത്തിലേക്ക് പിന്നെയും മീൻ പിടിക്കാൻ വലയുമായിട്ട് പോയ ശീമോനെ കടലിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന ആ സ്നേഹം, പുനരുത്ഥാനത്തിന്റെ ശക്തി. കർത്താവ് സ്നേഹമാകുന്നു. അവന്റെ സ്നേഹം ഒരിക്കലും മാറിപ്പോകുന്നില്ല. മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എന്നാൽ കർത്താവിന് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും മാറിപ്പോകുന്നില്ല. നിന്റെ ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിൽ, നിരാശകളിൽ, പിന്മാറ്റങ്ങളിൽ, തകർച്ചകളിൽ, പാപങ്ങളിൽ, തള്ളിപ്പറച്ചിലുകളിൽ, ഏത് അവസ്ഥയിലും, ഏതിരുളിലും, ഏത് പകലിലും, ഏത് രാത്രിയിലും, ഏത് ഹിമത്തിലും, ഏത് മാരിയിലും, എത്ര നിഴലിലും, എത്ര അന്ധകാരത്തിലും, ഏത് കുഴിയിലും, ഏത് ബന്ധനത്തിലും കർത്താവിന്റെ സ്നേഹം നിന്നെ തേടി വരുന്നു. ആ സ്നേഹം പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. സോ wish you all a very blessed and happy Hevora week. Hevora week celebrate here. Please don't stop celebrating his resurrection. ഈ ആഴ്ച മുഴുവൻ പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. May God bless you. Thank you. സഹിതം കബറുകൊളിഞ്ഞു നരകം വിലപിച്ചു പ്രലപിത നാരികളവിടയണഞ്ഞു കർത്തൻ തന്നുടെ ദേഹത്തെ നീക്കിയോയുത കബറിനും വീരനാം
വീണുന്നു